ഡാൻ തന്നെ മറ്റൊരു വാർത്തയുടെ വിവരങ്ങൾ കൂടി നൽകും. തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകരയിൽ ഈ കോളറ സ്ഥിരീകരിച്ച ഭിന്നശേഷി ഹോസ്റ്റലിലെ അന്തേവാസികളായിട്ടുള്ള 4 പേരുടെ പരിശോധനാ ഫലം അത് ഇന്നറിയാം. ഇരാണിമുട്ടത്ത് ഐസൊലേഷൻ കേന്ദ്രം തുടങ്ങിയിട്ടുമുണ്ട്. കഴിഞ്ഞ ദിവസമാണ് 10 വയസ്സുകാരന് കോളറ സ്ഥിരീകരിച്ചത്. കോളറ സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ ആരോഗ്യ വകുപ്പ് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഡാനി, വലിയ ജാഗ്രതയിലാണ് തലസ്ഥാനത്ത് ഈ കോളറ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ. അപ്പോൾ പരിശോധനാ ഫലങ്ങൾ, അതിന്റെ സ്ഥിരീകരണമൊക്കെ ഇന്ന് വരുമെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തൊക്കെ മുൻകരുതലുകൾ, എന്തൊക്കെ കാര്യങ്ങളാണ് ഇതേ തുടർന്ന് സ്വീകരിച്ചിട്ടുള്ളത് ആരോഗ്യ വകുപ്പ്? പ്രധാനമായും വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ആരോഗ്യ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് തിരുവനന്തപുരം ജില്ലയിൽ. അതോടൊപ്പം തന്നെ എല്ലാ കുടിവെള്ള സ്രോതസ്സുകളടക്കം വിശദമായ പരിശോധനകൾക്ക് വിധേയമാക്കുന്നുണ്ട്. മറ്റ് തരത്തിലുള്ള മുൻകരുതലുകൾ എടുക്കാൻ, അതായത് പൊതുജനങ്ങൾ കൂടുതലായി കൂട്ടം കൂടുന്ന സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്ന വെള്ളം അല്ലെ കുടിവെള്ളം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ശുദ്ധി ചെയ്തതാണ് എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ അടക്കമാണ് നടക്കുന്നത്. അതോടൊപ്പം എടുത്തു പറയേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യം ഐരാണിമുട്ടത്ത് ഐസൊലേഷൻ വാർഡ് തുടങ്ങിയിരിക്കുന്നു എന്നതാണ്. അതായത് ഈ കോളറ സംശയിക്കുന്നവർക്ക് ചികിത്സ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, തിരുവനന്തപുരത്ത് കഴിഞ്ഞ കുറച്ചു ദിവസമായി പനി പടർന്നു പിടിക്കുന്നുണ്ടായിരുന്നു. അതിനിടയിലാണ് ഈ കോളറയുമായി ബന്ധപ്പെട്ട ആശങ്ക കൂടി ഒരു വശത്ത് നിന്ന് ഉയരുന്നത്. ഇപ്പോൾ കോളറ ഉണ്ട് എന്ന് സംശയിക്കുന്ന 4 പേരെ വിശദമായി വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കുകയാണ്. അവരിൽ കൃത്യമായ പരിശോധനകളുടെ ഫലം ഇന്ന് തന്നെ പുറത്തു വരും എന്നാണ് ലഭ്യമാകുന്ന വിവരം. എന്തായാലും ഐരാണിമുട്ടത്ത് ഐസൊലേഷൻ വാർഡ് തുടർന്ന് കോളറ സംശയിക്കുന്നവരെ അവിടേക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളും ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്ന് തയ്യാറാക്കിയിട്ടുണ്ട്. എന്തോ റൈറ്റ്. എന്താണെങ്കിലും വലിയ ജാഗ്രതയാണ് തലസ്ഥാനത്ത്. 4 പേരുടെ പരിശോധനാ ഫലമാണ് ഇന്ന് വരാൻ പോകുന്നത്. അതിൽ എന്താണ് പരിശോധനാ ഫലമെന്ന് വളരെ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നു. എന്താണെങ്കിലും ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. വളരെ കരുതലോടുകൂടി തന്നെ കാര്യങ്ങൾ നീക്കുകയും ചെയ്യുന്നുണ്ട് തലസ്ഥാനത്ത്. പ്രത്യേകിച്ചും ഈ വെള്ളമൊക്കെ കുടിക്കുന്നവർ നോക്കുക, വളരെ വൃത്തിയായിട്ടുള്ള സാഹചര്യത്തിൽ മാത്രം നമ്മൾ അത്തരത്തിൽ വെള്ളമൊക്കെ കുടിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. എന്താണെങ്കിലും ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്.